അവരെല്ലാം ഒരുപാട് കാശ് മുടക്കി തിന്നണമെന്ന് പറഞ്ഞാൽ ആ തിന്നാൻ കാശില്ല. അവിടെ കാശുള്ളതെല്ലാം വണ്ടിക്കാരിൽ കയറി ആശയ വഴി പോകും. സ്റ്റാർ ഹോട്ടലിൽ ചിലപ്പോൾ എൻ്റെ ഹോട്ടലിലൊക്കെ കരുതുന്നിട്ട് പോകും. ഇവിടെ വരുവായില്ലെന്ന് എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് ഈ വഴിക്ക് വരുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, ഈ ബസ്സിൽ കയറി വരുന്ന ആളുകളാണ്. അവരുടെ എല്ലാ സഹകരണവും സഹായവും ആണ് ഇവിടെ കൂടുതൽ വേണ്ടത്. ഈ ചെറുപ്പക്കാരെ നല്ലപോലെ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷയിലാണ്. ഇത് വാടകയ്ക്കാണ്. നാം ഒന്ന് മനസ്സിലാക്കണം, ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധ്യക്ഷ പറഞ്ഞത്. എന്ത് ടൂറിസ്റ്റ് കേന്ദ്രമാണ് എൻ്റെ പൊന്നു സഹോദരി? ടൂറിസത്തിന് വേണ്ടത്ര പുരോഗതിയോ പരിരക്ഷയോ പരിഗണനയോ വന്നവരാരും ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് കായലും കടലും കിഴക്ക് കായലുമാണ്. അതിനിടയിലാണ് നമ്മൾ. പക്ഷെ ടൂറിസ്റ്റുകൾക്ക് വരാനും പോകാനും ഒക്കെ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ കാലാകാലങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്നവർക്ക് ആ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അതോടൊപ്പം തന്നെ വിദേശ പണം ഉൾപ്പെടെയുള്ളത് നമ്മുടെ സ്വദേശത്ത് കിട്ടുവാനും പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാണ് ഇവിടെ പലതുള്ളത്. ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഇവിടെ വരുമാനം ഉണ്ടാകൂ ഈ ടൗണിൽ. അതിനുള്ള ഒരു സംരക്ഷണമോ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ ഒരു ഹോട്ടലുകൾക്കും പണ്ടെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു സഹായവും സഹകരണവും ഒരു ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നില്ല. ഒരു കാലത്ത് ഞാൻ ചെറുപ്പത്തിൽ വരുമ്പോൾ ഈ ബോട്ട് ജെട്ടിലായിരിക്കുന്നത്. ഈ ബോട്ട് ജെട്ടിൽ നിന്നാണ് ഞാൻ കിഴക്കോട്ട് കോട്ടയത്തേക്ക് പോകുന്നത്. ആ കോട്ടയത്തേക്ക് പോകുമ്പോൾ തിങ്ങി നിറഞ്ഞ ബോട്ടിൽ യാത്ര, കാണാൻ ഭംഗിയുള്ള പ്രദേശങ്ങൾ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ആ ബോട്ടും ഇല്ല, സർവീസും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ കയറാൻ ആളുമില്ല. അവിടുത്തെ കൃഷിയും എല്ലാം ഭംഗിയായിരുന്നു. ഇന്നിപ്പോൾ കൃഷി ചെയ്ത കൃഷിക്കാരന് പോലും നെല്ലെടുക്കാനോ ആരുമില്ല, കാശ് കൊടുക്കാനും ഇല്ല. അവൻ്റെ വേദനയും പ്രയാസവും പറഞ്ഞ് കരഞ്ഞ് അലഞ്ഞിരിക്കാൻ മാത്രം ഉള്ള അവസ്ഥ. പിന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ കുട്ടനാട്. ഈ കുട്ടനാടിൻ്റെ വികസനവും ആലപ്പുഴ ടൗണിൻ്റെ വികസനവും അതോടൊപ്പം ടൂറിസ്റ്റിൻ്റെ വരവും ഇത് പരസ്പര പൂരകങ്ങളായി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. എന്തുമാകട്ടെ, ഇവിടെ വന്നിട്ട് ഞാൻ വലിയ കോൺട്രവേഴ്സി ഒന്നും പറയാനില്ല, പറയുന്നത് ശരിയല്ല, സത്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് രാഷ്ട്രീയക്കാരിവിടെ വന്നു പോയി ഭരിച്ചു, ഒരുപാട് മന്ത്രിമാരും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയുടെ വളർച്ച, ഒരു വ്യവസായ സ്ഥാപനം ചുവള്ളത് ഇവിടെ ഇല്ല. അതെല്ലാം എന്തുകൊണ്ടില്ലാതെ പോയി, എന്തുകൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കാതെ പോയി, വന്നതെല്ലാം പൊളിച്ച് അടുക്കിക്കൊണ്ടുപോയി എങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ടവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തുമാകട്ടെ, ആന പഴച്ചുകൊണ്ടിരിക്കുന്നു. ഈ പിഴയിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, സെൻട്രൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവരെ ഏറെ സാധ്യത വളരാനും ഉയരാനും ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനും സാധ്യത. കടലും കായലിനും ഇടയിൽ കിടക്കുന്ന ഈ പ്രദേശത്തെ ഉയർത്തി വിദേശികളെ ഏറെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്ന്. പ്രത്യേകിച്ചും നല്ല ഭക്ഷണം. അധ്യക്ഷ പറഞ്ഞ ശരിയാണ്, നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ആരും അതിൻ്റെ മുടക്കുന്ന പണത്തെപ്പറ്റി നോക്കാറില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾക്ക് തിരക്കുന്നത് ഏതാണ്? കേത്തലിൻ്റെ കട എവിടെയാണെന്നാണ്. ആ കേത്തലിൻ്റെ കട എവിടെയുണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കും, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾ കേത്തലിൻ്റെ അവിടെ നിന്ന് വരുത്തി കഴിക്കും. അപ്പോൾ എന്താണ് കേത്തലിൻ്റെ ഭക്ഷണം നല്ലതാണ്, നല്ല കോഴി ഇറച്ചിയാണ്, നല്ല അതിൻ്റെ കൂടെ നല്ല നാരങ്ങ വെള്ളം തരും, അതുപോലെ ഇഷ്ടംപോലെ തിന്നാം. അപ്പം കേത്തലിൻ്റെ ഭക്ഷണം രുചികരമായ ഭക്ഷണം എവിടെയുണ്ടോ അവിടേക്ക് ആളുകൾ ഓടിക്കയറും. പക്ഷെ ഓടിക്കയറുമ്പോൾ ആ രുചിയോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ വിലയെ പറ്റി പലപ്പോഴും ആൾ നോക്കാറില്ല. നല്ല ഭക്ഷണമാണോ അവിടെ എല്ലാം ചെല്ലും. പക്ഷെ ഇവിടെ വരുന്ന ഈ ട്രാൻസ്പോർട്ടിൽ കയറി വരുന്ന ആളുകളാണ്, ഇതെല്ലാം പണക്കാരല്ല, സാധാരണക്കാരാണ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി വരുന്നത്. അവരെല്ലാം ഒരുപാട് കാശ് മുടക്കി തിന്നണമെന്ന് പറഞ്ഞാൽ ആ തിന്നാൻ കാശില്ല. അവിടെ കാശുള്ളതെല്ലാം വണ്ടിക്കാരിൽ കയറി ആശയ വഴി പോകും. സ്റ്റാർ ഹോട്ടലിൽ ചിലപ്പോൾ എൻ്റെ ഹോട്ടലിലൊക്കെ കരുതുന്നിട്ട് പോകും. ഇവിടെ വരുവായില്ലെന്ന് എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് ഈ വഴിക്ക് വരുന്ന ആളുകൾ,
സാധാരണക്കാരായ ആളുകൾ ഈ ബസ്സിൽ കയറി വരുന്ന ആളുകളാണ്. അവരുടെ എല്ലാ സഹകരണവും സഹായവും ആണ് ഇവിടെ കൂടുതൽ വേണ്ടത്. ഈ ചെറുപ്പക്കാരെ നല്ലപോലെ ഒരുപാട് കാശ് മുടക്കിയിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷയിലാണ്. അവരുടെ പ്രതീക്ഷ അനുസരിച്ച് ഉയരട്ടെ, അവരുയരട്ടെ. നിൽക്കും ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. അവർക്ക് തകരാതെ അവരുടെ സമ്പത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ 60 ലക്ഷം രൂപയോളം അവർ കണ്ടവൻ്റെ കെട്ടിലാണ് മുടക്കിയിരിക്കുന്നത് ട്രാൻസ്പോർട്ടിൻ്റെ.